നമസ്കാരം, വെൽക്കം ടു shynibindhu'sworld. എങ്ങനെ നമുക്ക് ഇന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ക്രീം ഉണ്ടാക്കാൻ നോക്കാം. നല്ല ഡ്രൈ ആൻഡ് സ്പ്ലിറ്റ് എൻഡ്സ്, ഡ്രൈ ഫ്രിസ് ഹെയർ ആയിട്ട് ഉള്ളവർക്ക് ഈ ക്രീം നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാൻ ഇത് സഹായിക്കും. നമ്മളെ സ്പ്ലിറ്റ് എൻഡ്സിനെയൊക്കെ മാറ്റാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇത് മെൻസിനെല്ലാം ഹെയർ സ്റ്റൈലിംഗ് ക്രീമായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പം വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിൽ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബട്ടറാണ്. അപ്പോൾ ഞാനത് ഒരു 2 സ്പൂൺ എടുക്കുകയാണ്. ഞാനിങ്ങനെ അപ്പോൾ അതിട്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് സ്പൂണാണോ എടുക്കുന്നത് അതിൽ എല്ലാ മെഷർമെൻറ്റ്സും ചെയ്യും. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മുടെ ഹെയറിനെ എല്ലാം നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനൊക്കെ സഹായിക്കും. മാത്രമല്ല അത് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയലൊക്കെയാണ്. അപ്പോൾ അത് വേണ്ടത് നമുക്ക് 1 സ്പൂണാണ്. നമ്മൾ ഏത് സ്പൂൺ ഇട്ടെടുക്കുന്നു അതിൽ തന്നെ 1 സ്പൂൺ. അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന ഒലീവ് ഓയിലാണ്. അതും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കാസ്റ്റർ ഓയിലാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ആൽമണ്ട് ഓയിൽ ഒഴിക്കുക. എൻ്റെ ഹെയർ വന്ന് ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറാണ്, അതുകൊണ്ടാണ് ഞാൻ കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മതി. അപ്പോൾ 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിലർ മെത്തേഡിലൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മെൽറ്റായി കറക്റ്റ് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തു, പക്ഷേ ഒന്ന് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, സോറി. അത് കാരണം നിങ്ങളിങ്ങനെ ഇറക്കി എല്ലാം ഓഫാക്കിയതിന് ശേഷം ഇങ്ങനെ എടുത്ത് വെച്ച് അതിൽ അലോവേര 1/2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ എസെൻഷ്യൽ ഓയിലാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് മണത്തിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ഞാൻ 2 തുള്ളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയലൊക്കെയാണ്, നമ്മുടെ ഡാൻഡ്രഫിനെല്ലാം റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഇത് ഹെയർ സ്റ്റൈലിംഗ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല, എന്നാലും ഒരു മണത്തിന് വേണ്ടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചൂട് തണുക്കുന്നതിന് മുമ്പ് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെറ്റാകാൻ വേണ്ടി ഒരു മണിക്കൂർ വച്ചിരിക്കാം. നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ ഹെയർ സ്റ്റൈലിംഗ് ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ക്രീം ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇത് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പേക്ക് നല്ല ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസൊക്കെ ഉള്ളവർ ഇങ്ങനെ അത് മുടിയെടുത്ത് ഇതിൻ്റെ തുമ്പിലോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ വന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് കിടക്കാൻ ഇത് സഹായിക്കും. നല്ല ഒരു ഷൈനിങ്ങും നല്ല ഒരു മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനൊക്കെ സഹായിക്കും. കാരണം നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ ഇത് രാത്രി ഫുൾ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം നമ്മൾ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കണം. ആ സ്പ്ലിറ്റൻസിനെയൊക്കെ മാറ്റാനുമൊക്കെ സഹായിക്കും. എന്നെപ്പോലെ ഇങ്ങനെ കർലി ഹെയറൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം കർലി ഹെയറെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ ഷാമ്പു വാഷൊക്കെ ചെയ്തതിന് ശേഷം നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ ചെറിയൊരു വെറ്റായിട്ടിരിക്കുമ്പോഴേ ഈ ക്രീം എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും സഹായിക്കും. അതുപോലെ മെൻസിനൊക്കെ ഇത് ഹെയർ സ്റ്റൈലിംഗ് ആയിട്ട് യൂസ് ചെയ്യാനും ഇത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.